ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് 3 ഇൻഡെക്സ് അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. സോ നമ്മുടെ ഇതിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ കുറച്ച് ലേറ്റായി ഇന്ന് വീഡിയോ ഉണ്ടാക്കാൻ, സോറി, കുറച്ച് ബിസി ആയിരുന്നു. ഇനി നമ്മുടെ ചാർട്ട് അനലൈസിസ് കിടക്കാം. ചാർട്ട് അനലൈസിസ് ഇന്നലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ലീഡിങ് ഡൈനൽ പാറ്റേൺ, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി. ആൻഡ് ദെൻ ഇന്ന് പ്രൈസ് അവർ ഫുള്ളും മുകളിലേക്കാണ് വെച്ചത്, റൈറ്റ്. സോ മുകളിലേക്ക് വെച്ചു, മുകളിലാണ് ഇപ്പോൾ ഉള്ളത് പ്രൈസ്. ആൻഡ് ദെൻ ഫസ്റ്റ് വേവ്, നമ്മുടെ ഫസ്റ്റ് വേവ് ഈ ലീഡിങ് ഡൈനൽ പാറ്റേൺ ഉണ്ടല്ലോ, അതിൻ്റെ ഹൈ അടിച്ചല്ലോ, ആ ഹൈയുടെ അബവ് ആണ് ഇപ്പോൾ പ്രൈസ് ഉള്ളത്, റൈറ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് തേർഡ് വേവിലേക്ക് അവർ ഓൾറെഡി എൻറ്റേർഡായി. എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് വേവ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഫസ്റ്റ് വേവ് ബ്രേക്ക് ആയി പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ അത് നമ്മുടെ തേർഡ് വേവ് ആണ്. സോ അവർ സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മുടെ ഇവിടെ 3 സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, 1 2 3 അതാണ് നമ്മുടെ അവർ സ്മോൾ ടൈം ഫ്രെയിമിൽ സെക്കൻഡ് വേവിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ തേർഡ് വേവിലേക്ക് പെട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി പറയാനുള്ളത് എന്താണ്, നാളത്തേക്ക് നമുക്ക് ഈ താഴത്തെ ഇപ്പോൾ ലെവൽസിൻ്റെ ആവശ്യമില്ല, ഐ തിങ്ക്. ഓക്കെ, ഇനി മുകളിലത്തെ ലെവൽസാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇതൊക്കെ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, കൺഫ്യൂഷൻ ഒത്തിരി വരണ്ട. ഇനി നമ്മുടെ തേർഡ് വേവ്, റൈറ്റ്. തേർഡ് വേവ് എവിടെ വരെ പോകാറുണ്ട്, അതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, തേർഡ് വേവ് നമ്മൾ എപ്പോഴും നോക്കുക എങ്ങനെയാണ്, തേർഡ് വേവ് മാത്രം മെഷർ ചെയ്യുന്നത് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചാണ്. ലോ ടു ഫസ്റ്റ് വേവിൻ്റെ ഹൈ ആൻഡ് സെക്കൻഡ് വേവിൻ്റെ ലോ. ഓക്കെ, സോ തേർഡ് വേവ് പോകുന്നത് നമ്മൾ യൂഷ്വലി എത്ര, മിനിമം 127% ആണ്. ഓക്കെ, സോ അത് നമ്മൾ അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കുക, 127% ആണ് 350. ഓക്കെ, മിനിമം അങ്ങനെയാണ് പോകാറുള്ളൂ. അത് ഐഡിയൽ കേസസ്, ഐഡിയൽ നോർമൽ കേസസ്, ഐഡിയൽ സ്ട്രക്ചറിൽ. പിന്നെ ബാക്കി ഇനി വേറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സിക്സാക്കും കറക്റ്റീവ് സ്ട്രക്ചേഴ്സും കുറേ സ്ട്രക്ചേഴ്സ് വേറെ ഉണ്ട്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മളിനി നോർമൽ സ്ട്രക്ചർ, ആദ്യം ഐഡിയൽ കേസസ് സ്ട്രക്ചർ മാത്രം നമുക്ക് പഠിക്കാനുള്ളതാണ്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇനി ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ 23,350 ആൻഡ് 400 ആൻഡ് 430 അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ്സ് വരുന്നുള്ളത്. ഓക്കെ, സോ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഫസ്റ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. ഇവിടെ എവിടെയെങ്കിലും തേർഡ് വേവ് കംപ്ലീറ്റ് ചെയ്ത് ദെൻ ഫോർത്ത് വേവിൻ്റെ ഫോൾ തുടങ്ങും, ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇനി തേർഡ് വേവ് യൂഷ്വലി ഞാൻ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, തേർഡ് വേവ് യൂഷ്വലി നമ്മുടെ ഈ ചാനൽ പാറ്റേണിലാണ് പോകാറുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്, കണ്ടോ, ഇങ്ങനെ ഒരു ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്. തേർഡ് വേവ് അങ്ങനെയാണ് പോകാറുള്ളത്, ചാനലിൽ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ ഇനി സഡൻ റെസിസ്റ്റൻസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ വരുന്ന ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ് 23,200 ആൻഡ് ദെൻ 350 ആൻഡ് സ്മോൾ റെസിസ്റ്റൻസ്. ഇവിടെ ഒരു OB ഉണ്ട്, ഓർഡർ ബ്ലോക്കാണ്, ശ്രദ്ധിക്കുക ഈ ഏരിയ. ഓക്കെ, സോ 300 ഓൾസോ ഒരു റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഓക്കെ, അത് OB വരും, OB ആൻഡ് ഓർഡർ ബ്ലോക്ക്. സോ ഇനി വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ പ്രൈസ് 210 അബവ് സസ്റ്റെയിൻ ആയാൽ നമുക്ക് ഈസിലി നമ്മുടെ ഈ ടാർഗറ്റ് 300 ആൻഡ് 350 വരെ ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. തേർഡ് വേവ് ആണ്. ഓക്കെ, തേർഡ് വേവ് ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ യൂഷ്വലി എല്ലാം വീഡിയോസ് നമ്മുടെ ഇല്ലേറ്റ് വേവിൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തേർഡ് വേവ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്മുടെ ഗ്യാപ്പ് അപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, തേർഡ് വേവ് ആണെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ കൂടുതൽ കിട്ടുന്നത് എങ്ങനെ, ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ്. ഓക്കെ, സോ ഗ്യാപ്പ് അപ്പ് മേ ബി നാളെ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവണം, ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓർ നേരെ ഈ ഏരിയയിൽ ഓപ്പണിംഗ് ആണെങ്കിൽ, എവിടെ നമ്മളെ 300 ഏരിയയിലാണെങ്കിൽ ദാറ്റ് മീൻസ് അപ്പോൾ ശ്രദ്ധിക്കുക, ദാറ്റ് മീൻസ് തേർഡ് വേവ് കംപ്ലീറ്റ് ആവാറായി. ഓക്കെ, കാരണം അത് മാക്സിമം എത്ര വരെ പോകും, തേർഡ് വേവ് ശരിക്കും കണ്ടിന്യൂഷൻ എത്ര വരെ, അത് നല്ല ഒരു 2,700% വരെ 2,700% വരെ പോകാറുണ്ട്, 2,700% വരെ പോകാറുണ്ട് അത്. സോ തേർഡ് വേവ് എത്ര വേണമെങ്കിൽ, കാരണം എക്സ്റ്റൻഷനിലാണ്, അത് ബിഗീസിൻ്റെ ആണ്, റൈറ്റ്. സോ അത് ശ്രദ്ധിക്കുക. സോ അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഈ
ചാനലിലാണെങ്കിൽ ഓക്കെ, ഓർ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് മാക്സിമം നല്ല എക്സ്റ്റൻഡഡിൽ പോകും. സോ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്ലോലി നമുക്കത് ചെറിയ സ്കാൽപ്പ് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂഷൻ ചെയ്യാം. പിന്നെ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ദാറ്റ് മീൻസ് തേർഡ് വേവ് കംപ്ലീറ്റ് ആയി ആൻഡ് ദെൻ ഫോർത്ത് വേവിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുക. അത് പിന്നെ നമ്മൾ ഫോർത്ത് വേവിൻ്റെ ഫോൾ നമുക്ക് പിന്നെ നോക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വേറെ സപ്പോർട്ട് സോൺ വരുന്നത് ഇതായിരിക്കും, ഈ ഇന്നത്തെ ഈ പിൻ ബാർ കണ്ടിട്ട് ലോ. ഓക്കെ, പിന്നെ ഇതാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇനി ലെവൽസ് കാര്യങ്ങളൊക്കെ. സോ ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്, ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇനി നമ്പർ 1 hour ടൈം ഫ്രെയിമിൽ പോകാം, ഡെയിലി ടൈം ഫ്രെയിമിൽ പോകാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മുടെ ഇതിൻ്റെ ഞാൻ കാൽക്കുലേഷൻസൊക്കെ പറഞ്ഞായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് റിവ്യൂ കാണുക. ദാറ്റ് മീൻസ് ഈ ഗ്യാപ്പ് ഫില്ലാവണം ആൻഡ് ദെൻ നമ്മുടെ ക്ലോസിങ് എവിടെ കിട്ടേണ്ടതാണ്, ഈ ഒരു ലെവൽ 23,080 or 100 അബവ് ക്ലോസിങ് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ കൺഫർമേഷൻ കിട്ടും. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു ബോട്ടം നമ്മുടെ ഓൾമോസ്റ്റ് ആയി എന്ന് പറയാം. ഓക്കെ, സോ ഹെൽത്തി കൺഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഓൾമോസ്റ്റ് ഫസ്റ്റ് സൈനാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു ബോട്ടമാണ്. ബട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളതാണ്, ഞാൻ വീണ്ടും പറയാം. നമ്മുടെ നെക്സ്റ്റ് മൺഡേ, ദാറ്റ് മീൻസ് ഈ സാറ്റർഡേ വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ആണല്ലോ. ഫസ്റ്റ് ഫാബിൽ വോളറ്റൈൽ കൂടുതലായിരിക്കും. മേ ബി വോളറ്റിലിറ്റി കൂടുതലാണെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഈ ഏരിയയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും, ബൈയിങ് സോണിലേക്ക്. സോ പ്രൈസ് ഇതിൻ്റെ ബിലോ പോയില്ലെങ്കിൽ 22,550 ബിലോ പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വീണ്ടും ബൈയിങ് തന്നെ വരുള്ളൂ. ബട്ട് ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ കുറച്ച് ഡേഞ്ചറസ് സോണിലേക്ക് പോകും. സോ ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. അന്നത്തെ ദിവസം ചിലപ്പോൾ സഡൻലി സ്പൈക്ക് വരും, സാറ്റർഡേ തന്നെ. ഓക്കെ, സഡൻലി സ്പൈക്ക് തന്നെ വരും. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, സ്പൈക്കിന് വേണ്ടി റെഡിയായി നിൽക്കണം, താഴേക്ക് വരാനുള്ള സ്പൈക്കിന്. ഓക്കെ, പിന്നെ ഇനി നാളെ ചിലപ്പോൾ നല്ലൊരു വോളറ്റൈൽ ഡേ ആവാം. കാരണം വെച്ചാൽ നാളെ 4-5 എക്സ്പയറിയാണ്, മന്ത്ലി എക്സ്പയറി. നിഫ്റ്റി ആയാലും നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അങ്ങനെ ഒത്തിരി ഇൻഡെക്സിൻ്റെ എക്സ്പയറി ഉണ്ട്. സോ അത് ശ്രദ്ധിക്കുക, വോളറ്റൈലായിരിക്കും. പിന്നെ ഇന്നാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ല പ്രീമിയംസാണ്, പ്രീമിയം ഡിക്കെ ആയിട്ടില്ല. ഇനി അവർ പ്രീമിയം ഡിക്കെ ചെയ്യുമോ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ബട്ട് നാളെ മോർണിംഗിൽ അറിയാൻ പറ്റും. പ്രീമിയം ഡിക്കെ സ്റ്റാർട്ടിങ്ങിലുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും മൂവ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ലെവൽസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വോളറ്റൈലാവും നാളത്തെ ഒരു ദിവസം കേട്ടോ, മന്ത്ലി എക്സ്പയറി അല്ലേ, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ബാനിഫ്റ്റി പോകാൻ വേഗം പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ബാനിഫ്റ്റി ഈ ഒരു ഹൈ അവിടെ പോസായി കിടക്കണം കണ്ടോ. ഈ ഒരു 2 ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 ലെവൽസിൻ്റെ ഇടയ്ക്കാണ് വേറെ ചേഞ്ചസ് ഇതിനകത്തൊന്നും കാണുന്നില്ല. ബാനിഫ്റ്റിയിലൊന്നും നോക്കുകയാണെങ്കിൽ 1 2 3 4 5th കുറച്ചുകൂടി അപ്പ് സൈഡ്. ഇതിൻ്റെ ഈ സ്ട്രക്ചർ ഇത് അബവ് പോവുകയാണെങ്കിൽ, ഈ ഒരു ഹൈഡ് അബവ് പോവുകയാണെങ്കിൽ ബാനിഫ്റ്റിയിൽ ഫർദർ അപ്പ് മൂവ് നമുക്ക് കിട്ടും. ബാനിഫ്റ്റിയിൽ ഇത് സപ്പോർട്ടായിട്ട് കണ്ടീഷനാണ്. താഴത്തെ ലെവൽസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ബാനിഫ്റ്റിയിൽ ഇത് സപ്പോർട്ടാണ്. ഇനി നെക്സ്റ്റ് പിന്നെ ഈ ക്യാൻഡലിൻ്റെ ഹൈ കൂടി റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അത് എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യുക, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ 49,540. 540 അത് റെസിസ്റ്റൻസ് ആണ്. സോ പ്രൈസ് ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ഈസിലി നമുക്ക് അവിടെ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. മൂവ് ശ്രദ്ധിക്കാം. ഓക്കെ, ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബൊനാച്ചി വെച്ചിട്ട് 127 വരെ 127% കറക്റ്റ് അവിടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സോൺ തന്നെ 49,612 ആ ഒരു സോൺ തന്നെ കേട്ടോ. സോ അവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. അവിടെ വന്ന് പ്രൈസ് സ്റ്റക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. കാരണം വെച്ചാൽ അത് 127% വരെ പോകാറുള്ളൂ. സോ അവിടെ നിന്ന് വീണ്ടും ഒരു കറക്ഷൻ ചിലപ്പോൾ വരാനുണ്ടാകും, ചാൻസസ് ഉണ്ടാകും ബാനിഫ്റ്റി. ഇനി നമ്മുടെ സെൻസെക്സ് കിടക്കാം. സെൻസെക്സ് കറക്റ്റ് വീണ്ടും ഇവിടെ വന്നിങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഇത് ഞാൻ കുറേ ദിവസം മുന്നിൽ തന്ന ഒരു ട്രെൻഡ് ലൈനാണ്. വീണ്ടും അവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് സെൻസെക്സ്. ഓക്കെ, സോ സെൻസെക്സിൽ നമ്മൾ പറയാനുള്ളത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ സെൻസെക്സ് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പ് മൂവ് കാണിക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ കൺസോളിഡേഷൻ ചെയ്യും. കൺസോളിഡേറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഈസി മൂവ് ആയിരിക്കും. 1 2 3 സെൻസെക്സിൽ ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും കേട്ടോ. യെസ്, സെൻസെക്സിനോട് നോക്കുവാണെങ്കിൽ
തേർഡ് വേവ് സ്ട്രക്ചർ ആണെങ്കിൽ സെൻസെക്സ് അതന്നെ. സെൻസെക്സ് നമുക്ക് ഈ ഒരു ലെവൽ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ സെൻസെക്സിന് ബുള്ളിഷ്നെസ് കിട്ടും. ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ബ്രേക്ക്ഔട്ട് ആവുകയാണെങ്കിൽ ദെൻ ഫർദർ അപ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. ഇനി റെസിസ്റ്റൻസ് ഈ ട്രെൻഡ് ലൈൻ തന്നെയാണ് റെസിസ്റ്റൻസ്. ഓക്കെ, സെൻസെക്സും ഓൾമോസ്റ്റ് ആ സ്ട്രക്ചർ തന്നെയാണ്, നമ്മുടെ നിഫ്റ്റിയുടെ സ്ട്രക്ചർ തന്നെയാണ് സെൻസെക്സിലുള്ളത്. ചാനൽ യെസ്, ഇതേ ഒരു ചാനലാണ് കേട്ടോ. ചാനലിൻ്റെ ബ്രേക്ക്ഔട്ടാണ് കിട്ടുന്നത്, ബ്രേക്ക് ഡൗൺ ആണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ ടാർഗറ്റ് 73,300 ആൻഡ് അതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ പിന്നെ വരുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് ഇതായിരിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ അബവ് ഇൻ കേസ് പോവുകയാണെങ്കിൽ സെൻസെക്സ് ആണ് നല്ല വോളറ്റൈലാണ്. ഓരോ ദിവസം 100,000 പോയിൻറ്റ്സിൻ്റെ മൂവ് തരാറുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ലെവൽസ് നമുക്ക് ഷെയർ ചെയ്യാം. സപ്പോർട്ട് വരുന്നത് ഈ ഒരു പിൻ ബാർ ക്യാൻഡിലിൻ്റെ ലോ. ഓക്കെ, പിൻ ബാർ ക്യാൻഡിൽ ലോ ആണ് സപ്പോർട്ട് വരുന്നത്. പിന്നെ ദെൻ ഗ്യാപ്പ് ഫില്ലിംഗ്. ഓക്കെ, ഇത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ വേറെ ഇനി ഇൻഡെക്സസിലൊന്നും പറയാനില്ല. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.